ഇടുക്കി ഗജനപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകം. പ്രസവിച്ചയുടൻ കുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ്. ജാർഖണ്ഡ് സ്വദേശിയായ പൂനം സോറൻ അറസ്റ്റിൽ. എസ്റ്റേറ്റിൽ നായ്ക്കൾ കടിച്ചുവലിച്ച നിലയിലാണ് കുഞ്ഞിന്റെ പകുതി ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഇന്നലെയാണ് അതിദാരുണമായ ഈ വാർത്ത നമ്മൾ കണ്ടത്. ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ അമ്മ കുഞ്ഞിനെ കൊന്നത്? അവരുടെ കുടുംബ പശ്ചാത്തലം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിളിച്ചു കഴിഞ്ഞാണ് ഏതാണ്ട് 3:30 മണിയോട് കൂടിയാണ് ഈ നവജാത ശിശുവിന്റെ പകുതി മൃതദേഹം ലഭിക്കുന്നത്. പകുതി നായ കടിച്ച നിലയിലായിരുന്നു. അവിടെ തോട്ടം തൊഴിലാളികളായിട്ട് വന്ന ഖജനാപ്പാറ അരമനപ്പാറയിലെത്തിയ തൊഴിലാളികളാണ് ഈ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നത്. ഇതേ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഈ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ ഈ പൂനം എന്ന് പറയുന്ന ഈ സ്ത്രീ യുവതി 21 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഈ യുവതി നേരത്തെ മറ്റൊരു ആളെയാണ് വിവാഹം ചെയ്തിരുന്നത്. ആ ഭർത്താവ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരിച്ചത്. അതിനുശേഷം മറ്റൊരു യുവാവുമായി കുടുംബജീവിതം നയിക്കുകയായിരുന്നു. പക്ഷേ ഇയാളോട് ഇവർ ഗർഭിണിയാണ് എന്നുള്ളത് പറയാതിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തോട്ടം തൊഴിലാളികളായിട്ടുള്ള ഇവർ തോട്ടത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് പ്രസവിച്ച ശേഷം കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിലൂടെ വ്യക്തമായിട്ടുള്ളത്. ഇത് ഈ ഒപ്പമുള്ള ഭർത്താവിനിൽ നിന്ന് ഈ സംഭവം മറച്ചുവെക്കാനാണ്, ഈ ഗർഭിണിയാണ് എന്നുള്ള സംഭവം മറച്ചുവെക്കാനാണ് ഇത്തരം ഒരു ക്രൂരമായ കൃത്യം ചെയ്തത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പൂനം എന്ന യുവതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം പുറത്തു വരുന്നതും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പക്ഷേ ജാർഖണ്ഡ് സ്വദേശികളാണ്. അവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയുണ്ടായിരുന്നു. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആ യുവതി ഇവരെ സമ്മതിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുകയായിരുന്നു, കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു, ശ്വാസം മുട്ടിച്ചതിന് ശേഷം ഏലത്തോട്ടത്തിൽ കുഴിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു കുഴിച്ചിട്ടത്. പക്ഷേ പിന്നീട് ഇതിനിടെ ഈ നായ കടിച്ച് വലിച്ചതിനെ തുടർന്നാണ് പുറം ലോകം ഈ സംഭവം അറിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും. ഇതിൽ ഭർത്താവിന്റെ പങ്കുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതും കൂടുതൽ തെളിയേണ്ടതുണ്ട്. നിലവിൽ ഒപ്പമുള്ള ഭർത്താവിന് ഈ സംഭവങ്ങളെ പറ്റി അറിയുമോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പക്ഷേ യുവതി നൽകിയ മൊഴി അനുസരിച്ച് ഇപ്പോഴുള്ള ഭർത്താവിനിൽ നിന്ന് ഈ സംഭവം മറച്ചു വെക്കുന്നതിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്നും ഈ ഗർഭിണിയാണ് എന്നുള്ളത് മറച്ചു വെക്കാനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ശരി ആൽവിൻ, ഇടുക്കി ഗജനപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ്.